ഹലോ, വെൽക്കം ബാക്ക്. സുഖാണ് എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ജിനൂസ് 2.0 എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ചാനൽ, ജിനൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ചാനൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് കാണാറുണ്ടായിരുന്നു, ഫോളോ ചെയ്യാറുണ്ടായിരുന്നു. അത് കുറേ നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ടെന്ന് തോന്നിയിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ചീത്ത വിളിക്കുന്ന ആളുകൾക്കെതിരെയൊക്കെ അദ്ദേഹം നന്നായിട്ട് പ്രതികരിക്കുന്നു എന്ന് തോന്നിയിട്ട് ഫോളോ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഞാനൊരു വീഡിയോ കാണാനിടയുണ്ടായി. ഒരു നിച്ചാന വ്ളോഗ്സ്, പേരൊന്നും പറയാൻ പാടില്ല കേട്ടോ, പേരും പറയാൻ പാടില്ല, അവരുടെ ഫോട്ടോ വയ്ക്കാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. അത് അവർ സ്ട്രൈക്ക് കൊടുക്കും, അങ്ങനെ അത് പ്രശ്നമാണ്. അതുകൊണ്ട് അവരെ പറ്റി പറയാൻ പാടില്ല. അവർ സമൂഹത്തിൽ വളരെ നല്ല കാര്യം ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. ഒരുപാട് ചാരിറ്റികളും ഒരുപാട് പുണ്യപ്രവൃത്തികളും ഒക്കെ ചെയ്യുന്ന സ്ത്രീയാണ്. സോ നമ്മൾ പേര് പറയാൻ പാടില്ല, അവരുടെ ഫോട്ടോ വയ്ക്കാൻ പാടില്ല, അവരെ പൊതുജനത്തിന് മുമ്പിൽ കാണിക്കാനേ പാടില്ല. അത്ര പ്രൈവസി കാത്തു സൂക്ഷിച്ച് ഭയങ്കര മാനേഴ്സോടെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് അവരെ അങ്ങനെ നമ്മൾ പബ്ലിക്കാക്കാനൊന്നും പാടില്ല. പബ്ലിക്കാക്കിയാൽ വളരെ പ്രശ്നമാണ്. അപ്പോൾ ആ സ്ത്രീയെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കുറേ യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അവരെ പറ്റിയിട്ട്, അവർ ചെയ്യുന്ന വൃത്തികേടിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ അവർക്കൊക്കെ സ്ട്രൈക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ജൈത്രയാത്ര അവർ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ജിനൂസ് ആ വ്ളോഗിൽ പറയുന്നുണ്ട്, ജിനൂസിൻ്റെ ചാനലിൽ പറയുന്നുണ്ട്, ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല, ഈ പ്രവൃത്തിയെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും സൈലൻ്റ് ആയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി കേട്ടോ എനിക്ക്. ഇങ്ങനെ ഈ ചീത്ത വിളിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തി, അത് തെറ്റാണ് എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്താണ് ഇത് ഇത്ര വലിയ തെറ്റായിട്ട് തോന്നാത്തത്? തെറ്റാണ് എന്ന് താങ്കൾ പറയുന്നുണ്ട് എങ്കിലും അത് തെറ്റല്ല, വലിയ തെറ്റല്ല എന്ന രീതിയിൽ തന്നെയാണ് താങ്കൾ ആ വീഡിയോ ചെയ്തേക്കുന്നത്. അതിൽ താങ്കൾ ആ സ്ത്രീയുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ആ സ്ത്രീ കരഞ്ഞു, 2 കുഞ്ഞുങ്ങളുണ്ട്, ഭർത്താവില്ല, അങ്ങനെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു എന്നൊക്കെ താങ്കൾ പറയുന്നു. ശരി, ഈ ഭർത്താവ് ഉപേക്ഷിച്ചാൽ 2 കുട്ടികളുള്ള എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന മാതൃകയാണ് അവർ കാണിക്കുന്നത്. അവർ ചെയ്യുന്നത് ഇപ്പം അതുപോലെ തന്നെ പറഞ്ഞു, നില നമ്പ്യാരെ പോലെ മുഴുവൻ കാണിച്ചിട്ടല്ല അവർ വീഡിയോ ചെയ്യുന്നതെന്ന്. മുഴുവൻ കാണിച്ചാൽ യൂട്യൂബിൽ വീഡിയോ ഇടാൻ പറ്റത്തില്ലല്ലോ. താങ്കൾ തന്നെ അതിൽ പറയുന്നുണ്ട്, മുഴുവൻ കാണിച്ചിട്ടല്ല വീഡിയോ ഇടുന്നത്, അങ്ങനെ എന്തോ ചെയ്ത 2 ചാനൽ അവരുടെ പോയിട്ടുണ്ടെന്ന്. അപ്പം മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ചെയ്യാനായിട്ട്, പക്ഷെ അങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റില്ല യൂട്യൂബിൽ. അതുകൊണ്ട് തന്നെ ചെയ്യുന്നില്ല, അത്രയേ ഉള്ളൂ. അതിന് പകരം എങ്ങനെയൊക്കെ കാണിക്കണോ അതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്നലെ വേറെ വീഡിയോസ് കണ്ടിരുന്നു ഇവരെ പറ്റിയിട്ട് ചെയ്ത ചാനലിലെ വീഡിയോസ്. ഞാൻ ഇന്നലെ താങ്കളുടെ വീഡിയോ കണ്ടതിന് ശേഷം അവരുടെ ചാനലിൽ കയറി നോക്കി ഞാൻ. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഈ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്, ഞാൻ ഇനി ഒളിവും മറവും ഒന്നുമില്ല, മെമ്പർഷിപ്പ് എടുത്തിട്ട് ക്യൂ നിൽക്കുന്ന ആൾക്കാർക്കായിരുന്നു മുഴുവൻ കാണിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ അങ്ങനെയൊന്നുമില്ല, നിഷാനയുടെ രാവുകൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ 500 പേര് സബ്സ്ക്രൈബ് ഇപ്പം തന്നെ ചെയ്താലും ഞാൻ ഇന്ന് തന്നെ ഇപ്പം തന്നെ ഞാൻ അങ്ങോട്ട് വരികയാണ്, എന്നിട്ട് ഞാൻ എല്ലാം കാണിച്ചു തരാം. എത്ര മഹത്വമായിട്ടാണ് നിങ്ങൾക്കൊക്കെ അതിനെ തോന്നുന്നത്? ഒരു പെർസെൻറ്റേജിലും അതിനെ ന്യായീകരിക്കാനുള്ള എന്തെങ്കിലും കണ്ടന്റ് അതിലുണ്ടോ? അപ്പോൾ ഇതൊക്കെ നല്ലതാണ്, സൈലൻ്റ് ആയിട്ട് നമ്മൾ നല്ലതാണ് എന്ന് പറയുന്നതിനെ കഴിഞ്ഞും വലുതല്ല ചീത്തവിളി എന്നെനിക്കിപ്പോൾ തോന്നുന്നു. ചീത്ത വിളിക്കുന്ന ആളുകളെ വളരെ ബാഡായിട്ട് നമ്മളെല്ലാവരും പറയുന്നുണ്ട്, പക്ഷെ അതിനെ കഴിഞ്ഞും എത്രയോ ഇരട്ടി വൃത്തികേട് തന്നെയാണിത്. അവർ പറയുന്ന ആ ചീത്ത വിളിക്കുന്ന ആളുകൾ പറയുന്ന ആ ചീത്ത വാക്കാണ് ഈ സ്ത്രീ ലൈവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയൊക്കെ എങ്ങനെയൊക്കെ എക്സ്പോസ് ചെയ്യാവോ അതെല്ലാം കാണിച്ച്, പിന്നെ ലൈവിൽ വാ, അന്നേരം ബാക്കി എല്ലാം കാണിച്ചു തരാമെന്നാണ് പറയുന്നത്. കുട്ടികളെ വളർത്താനാണ് പോലും ഇങ്ങനെ മറ്റുള്ളവരുടെ കുട്ടികൾ കഴിക്കേണ്ട പൈസ പിടിച്ചു മേടിച്ച് ഇങ്ങനെ ബലഹീനതയുള്ള ആണുങ്ങളെ അവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് ക്യൂ നിർത്തിയിട്ട് മെമ്പർഷിപ്പിന് എത്രയാണ് റേറ്റ്, മെമ്പർഷിപ്പ് എടുക്കുന്നതിന് എത്ര റേറ്റ് എന്നൊന്നും എനിക്കറിയില്ല. ഏതോ വീട്ടിലെ കുട്ടികൾ കഴിക്കേണ്ട ഭക്ഷണത്തിൻ്റെ കാശായിരിക്കും അത്. അപ്പോൾ അവരെ നിർബന്ധിച്ചല്ലല്ലോ ചെയ്യിപ്പിക്കുന്നത് എന്ന് പറയാം. ഓരോ വീട്ടിലും ഇപ്പം ഈ പറയുന്ന സ്ത്രീയുടെ ഹസ്ബൻഡ് ഉപേക്ഷിച്ച് പോയി, അത് അവരുടെ കാരണം കൊണ്ടല്ല എന്നല്ലേ അവർ പറയൂ. ഇതുപോലെ തന്നെ എല്ലാ സ്ത്രീകളുടെയും കാരണങ്ങളും കൊണ്ടായിരിക്കില്ല, എല്ലാ കുട്ടികളുടെയും കാരണങ്ങളും കൊണ്ടായിരിക്കില്ല അവരുടെ അച്ഛൻ ഉപേക്ഷിച്ച് പോകുന്നത്. ഇതേപോലെയുള്ള വൃത്തികെട്ട സ്ത്രീകൾ ഒരു സൈഡിലുള്ളത് കൊണ്ട് തന്നെയാണ്, അങ്ങനെ ആ ഭാഗത്തേക്ക് വശീകരിച്ച് കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അവരുടെ മനസ്സോടെയാണ് ചെയ്യുന്നത്, മനസ്സല്ലാതെയാണ് ചെയ്യുന്നത്, അത് ആണുങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്, അവർക്കത് പ്രശ്നമല്ല. പക്ഷേ ഇതിൻ്റെ പുറകിലും അനുഭവിക്കുന്ന ഇവരെ പോലുള്ള സ്ത്രീകളെ കൊണ്ട് അനുഭവിക്കുന്ന വേറെ ഒരുപാട് സ്ത്രീകളുണ്ട്. ഇനി ആ മറ്റു കുട്ടികൾ കഴിക്കേണ്ട ഭക്ഷണത്തിൻ്റെ കാശ് മേടിച്ചിട്ട് ഇവരുടെ കുട്ടികളെ വളർത്തിയിട്ട് എന്താണ് കാര്യം? വല്ല അനാഥാലയത്തിലും കൊണ്ടുവിട്ടുകൂടെ? അത്ര ഗതികേടാണെങ്കിൽ ഇങ്ങനെ മാത്രമാണോ സ്ത്രീകൾ ജീവിക്കുന്നത്? ഈ കുട്ടികൾക്ക് പുറത്തുള്ള ഒരു ഇമേജ് എന്തായിരിക്കും? അത് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ?
പബ്ലിക്കിൽ ഇവരെ കാണുന്ന രീതി ശ്രദ്ധിക്കാറുണ്ട്. ആ കുട്ടികൾക്ക് ഇപ്പോൾ ഒന്നും അറിയില്ലായിരിക്കും. അഥവാ ഇനി അവർ വളർന്നാലും ഈ സിറ്റുവേഷനിൽ കൂടെ വളർന്നു വരുന്നതുകൊണ്ട് ഈ പാത തന്നെ പിന്തുടർന്ന് നാണക്കേടിൻ്റെ നാണം എന്ന് പറഞ്ഞാൽ ഷെയിം എന്ന് പറയുന്നതിൻ്റെ ABCD പോലും അറിയാതെയായിരിക്കും വളരുന്നത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിന് അത് നല്ലതാണോ ചീത്തയാണോ? ഈ പറയുന്ന സ്ത്രീ ചെയ്യുന്നത് പോലെ ഭാര്യമാരെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഭർത്താക്കന്മാരുണ്ട്, കുട്ടികളെ വളർത്തുന്ന ഭർത്താക്കന്മാരുണ്ട്. അവരൊക്കെ ഇങ്ങനെ ചെയ്താൽ മതിയോ? സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതേപോലെ അവരുടെ ശരീരം പ്രദർശിപ്പിച്ചിട്ട് മെമ്പർഷിപ്പ് ലൈവൊക്കെ കൊടുത്തിട്ട് ആണുങ്ങളും അങ്ങനെ തന്നെ തുടങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും? നന്നായിരിക്കുമോ? അപ്പോൾ എന്തിനാണ് ഇങ്ങനെയുള്ളതിന് ഒരു സൈലൻ്റ് ആയിട്ടെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നത്? പിന്നെ താങ്കൾ പറയുന്നു അവരുടെ മെമ്പർഷിപ്പ് ഞാൻ എന്തായാലും എടുത്തിട്ടില്ല, ആ ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. അത് വളരെ ബാഡായിട്ട്, വളരെ എനിക്ക് അതിശയം തോന്നി. ആ ഭാഗ്യം എന്തു വലിയ ഭാഗ്യമാണത്, എന്ത് ഭാഗ്യമായിട്ടാണ് താങ്കൾക്ക് തോന്നിയത്? അപ്പോൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സൈലൻ്റ് ആയിട്ടും അല്ലാതെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ ആളുകളുണ്ടെങ്കിൽ എന്ത് ഈസിയാണല്ലേ ജീവിതം. ഇതിന് ലൈസൻസ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ജീവിക്കാം. ജസ്റ്റ് ജീവിച്ചു പോകുക എന്നതിലുപരി ഒരുപാട് സമ്പാദിക്കാം. പക്ഷേ ഇതിൻ്റെ പുറകിൽ നശിച്ചു പോകുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അപ്പോൾ കുറേ കമൻസ് ഒക്കെ ഞാൻ കണ്ടു, ഇങ്ങനെയുള്ള ആളുകൾ കൊണ്ടാണോ നശിക്കുന്നത്, ഇവർ കാണിച്ചത് കൊണ്ട് നശിക്കുമോ, നിങ്ങളുടെ കുട്ടികളെ മര്യാദയ്ക്ക് വളർത്തൂ, നന്നായിട്ട് വളർത്തൂ എന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ കുട്ടികൾ വളരെ മാന്യമായിട്ടാണ് വളരുന്നതെന്ന്? എൻ്റെ കുട്ടികൾ എൻ്റെ എടുത്തും വലുതും ഉണ്ടാവും, ഞാൻ കാണുമ്പോഴൊക്കെ ഉണ്ടാവും, ഞാൻ കാണുന്നുണ്ടാവില്ല അവരുടെ വളർച്ച, അവരെ എന്തൊക്കെ കാണുന്നു. ഫുൾ ടൈം 24 hours നമുക്ക് കുട്ടികളുടെ കൂടെ ഇരിക്കാനൊന്നും പറ്റില്ല. എനിക്കൊന്നും വരില്ല എന്ന് വിചാരിക്കുന്ന നമ്മൾക്കായിരിക്കാം, നിങ്ങൾക്ക് ഓരോരുത്തർക്കുമായിരിക്കാം ചിലപ്പം ഏറ്റവും വലിയ എന്തോ വരാനിരിക്കുന്നത്. ആ കുട്ടികൾ എന്തൊക്കെ കാണുന്നു എന്നുള്ളതിൽ നമുക്ക് നിയന്ത്രിക്കാനൊന്നും പറ്റില്ല. ഇതൊരു നിയന്ത്രണവും ഇല്ലാതെ ഇതിങ്ങനെ ഈ മെമ്പർഷിപ്പ് ലൈവും അതും ഇതുമൊക്കെ കണ്ടു വളരുന്ന കുട്ടികൾ ഏത് രീതിയിലാണ് പിന്നെ ചിന്തിക്കേണ്ടത്? പെൺകുട്ടികൾ വിചാരിക്കാം നല്ലൊരു മേഖലയാണ്, ശരീരം പഠിക്കണ്ട, ശരീരം അനങ്ങണ്ട, ഇഷ്ടം പോലെ സമ്പാദിക്കാമല്ലോ. ആൺകുട്ടികൾ വിചാരിക്കും ഇത് എങ്ങനെയെങ്കിലും ആരെയും പിടിച്ചു പറിച്ചോ മോഷ്ടിച്ചോ കുറച്ച് പൈസ ഉണ്ടാക്കി രാത്രിയിൽ ഈ വൃത്തികെട്ട സ്ത്രീയുടെ മെമ്പർഷിപ്പ് ലൈവ് കാണുക. അതായിരിക്കും ചിന്തിക്കുക. കാര്യം എൻ്റർടൈൻമെൻ്റ് അല്ലേ. ഇങ്ങനെ എൻ്റർടൈൻമെൻറ്റ് കൊടുക്കാൻ എല്ലാ സ്ത്രീകളെ കൊണ്ടും പറ്റില്ലല്ലോ. അതിനെപ്പോലും ആണുങ്ങൾ പിന്നെ പോട്ടെ, ഇതുപോലെ കുറേ എണ്ണം നടക്കുകയാണ് ഇങ്ങനെ ഇതിൻ്റെ പുറകെ ഇത് കാണാനും പ്രോത്സാഹിപ്പിക്കാനും വീട്ടിലെ കാര്യം പോലും നോക്കാതെ നടക്കുകയാണ്. സ്ത്രീകൾ പോലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഭയാനകമായ കാര്യം. ഒരിക്കലും നിങ്ങൾ ചീത്ത വിളിക്കുന്നതിനെ പറ്റി നിങ്ങൾ അത് നെഗറ്റീവായിട്ട് പറയുമ്പോഴേ ഇതിനെ സൈലൻ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ അങ്ങ് ഡൈജസ്റ്റ് ആവുന്നില്ല രണ്ടും കൂടെ. എങ്ങനെയാണ് ന്യായീകരിക്കുക? ഞാനൊരു കുറച്ച് ദിവസമായിട്ട് ഇവരുടെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ഞാൻ എന്നും വീഡിയോ ചെയ്യുന്ന ഒരാളല്ല. അത്രയ്ക്ക് സമയം കണ്ടുപിടിച്ച് അതിനുള്ളൊരു കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് മാത്രമാണ് എനിക്ക് പറയണം എന്ന് തോന്നുന്ന വിഷയങ്ങൾ ഞാൻ പറയാറുള്ളത്. ഇത് വളരെ എനിക്കൊരു അതിശയമായിപ്പോയി താങ്കളുടെ വീഡിയോയിൽ ഇങ്ങനെ ആ വൃത്തികെട്ട ആ സാധനത്തിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ. പിന്നെ അവർ ബോഡി ഷെയ്മിങ് നടത്തിയ ഏതോ ഒരു യൂട്യൂബർ ബോഡി ഷെയ്മിങ് നടത്തി എന്നും പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. സ്വന്തം ബോഡിയെ ഒരു നാണവും ഇല്ലാതെ നാണക്കേടുമില്ലാതെ കാണിക്കേണ്ടതും കാണിക്കേണ്ടാത്തതും മുഴുവൻ പ്രദർശിപ്പിച്ച് വലിപ്പം കൂട്ടി കാണിക്കുന്ന അവർക്ക് എന്ത് നാണക്കേട്, എന്ത് ഷെയ്മാണ് ഉണ്ടാകുന്ന അവരുടെ ബോഡിക്ക്? ഇനി എന്ത് ഷെയ്മാണ് ഉണ്ടാവാനുള്ളത്? ഇതിനെ ചക്കരെ മുത്തേ അതേ ഇതേ എന്നും പറഞ്ഞിട്ട് വീട്ടിൽ ഉപയോഗിക്കേണ്ട ക്യാഷ് കൊണ്ട് കൊടുത്ത് കാണുന്ന ആണുങ്ങളെ എന്താ പറയേണ്ടതെന്നറിയില്ല. അതിനിടയ്ക്കാണ് ഇങ്ങനെ സൈലൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടും കൂടെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. ഇങ്ങനെയുള്ള സപ്പോർട്ടുകൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇപ്പം നിള നമ്പ്യാരെ പോലെ അവരെ പോലെ ഇവരെ പോലെ കുറേ എണ്ണം ഉണ്ടല്ലോ. പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ഒരുപാടെണ്ണം ഇങ്ങനെ എഴിഞ്ഞാടുന്നുണ്ടല്ലോ. ജീവിക്കാൻ മാർഗമില്ല പോലും. അവർക്ക് ആരോഗ്യമുണ്ട്, കൈയും കാലും ഉണ്ട്, ആരോഗ്യമില്ലേ? ഇപ്പം ഈ പറയുന്ന ഓരോ വ്യക്തികളെയും സ്ത്രീകളെയും എന്തെങ്കിലും കാര്യത്തിൽ ആക്ഷേപിക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യമുണ്ട്, നിങ്ങൾക്ക് ആരോഗ്യമില്ലേ? പണിയെടുത്ത് ജീവിച്ചൂടെ? എന്ത് തൊഴിലുറപ്പിന് പോയാലും കുട്ടികൾക്ക് ആഹാരം വാങ്ങിക്കൊടുത്തൂടെ? ഇങ്ങനെയാണോ സമ്പാദിക്കേണ്ടത്? ഇങ്ങനെയാണോ ജീവിക്കേണ്ടത്? അതോ ഈ ചെറിയ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് ഇതിനെ എങ്ങനെ സ്ത്രീ എന്നെങ്കിലും വിളിക്കാൻ തോന്നുന്നു? എങ്ങനെ നിങ്ങൾക്ക് പുച്ഛിക്കാതിരിക്കാൻ പറ്റുന്നു? ഇവരുടെ പിന്നിൽ കുറേ ആളുകളുണ്ടാവാം. നിയമപരമായിട്ടൊന്നും നമുക്കിതിനൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കാം. പക്ഷേ ഇതും തിരുത്തപ്പെടാവുന്ന നിയമങ്ങൾ തന്നെയാണ്. നിയമം തിരുത്തി എഴുതപ്പെടാം. ഇങ്ങനെയുള്ള സ്ത്രീകൾ പബ്ലിക്കായിട്ട് ഇങ്ങനെ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വിമർശിച്ച് കുറേ പേര് വരും. എനിക്കറിയാം, എനിക്കത് അത്രയ്ക്ക് വെറുക്കുന്ന കാര്യമാണ് ഈ ചീത്ത വിളിക്കുക, ഇതേപോലെ വന്ന് സോഷ്യൽ മീഡിയയിൽ കാണിക്കുക എന്നൊക്കെ പറഞ്ഞ്. ഇത് ഇന്ന് നിനക്കാണെങ്കിൽ നാളെ എനിക്ക് എന്ന് പറഞ്ഞ പോലെ എല്ലാവരുടെ ലൈഫിനെയും ബാധിക്കാവുന്ന കാര്യം തന്നെയാണ്. ഇനി ഭർത്താക്കന്മാർ ഇത് കണ്ടിട്ട് അതിൻ്റെ പുറകെ പോകുന്നെങ്കിൽ പോട്ടെ എന്ന് തന്നെ വെക്കാം. കാര്യം ഇങ്ങനെ ഇതേപോലെയുള്ള
കൊടിച്ച് സാധനങ്ങളുടെയൊക്കെ പുറകെ പോകുന്നവന്മാർ പോട്ടെ, പക്ഷേ ഇതുകൊണ്ട് അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്, ഇതുകൊണ്ട് കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഇപ്പം ഈ പറയുന്ന വൃത്തികെട്ട സ്ത്രീയുടെ കുട്ടികളെന്ന് പറയുന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ അത് അവരുടെ സ്വഭാവം കൊണ്ട് തന്നെ ഇട്ടിട്ട് പോയതായിരിക്കും, അല്ലാതെ ആവാൻ സാധ്യതയില്ല. അല്ലാതെ മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ ഹസ്ബൻഡ് ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞ് ഉടനെ ചാടി ഇറങ്ങി ഇങ്ങനത്തെ പരിപാടിക്ക് നിൽക്കില്ല. ഇങ്ങനത്തെ പരിപാടി ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും അയാൾ ഇത് ഉപേക്ഷിച്ചിട്ട് പോയത്, ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം മേ ബി. അങ്ങനെ അല്ലാതെ പെട്ടെന്ന് അയാൾ പോയ ഒരു ദിവസം ചാടി കയറി ഇങ്ങനത്തെ ലൈവ് ചെയ്യാൻ എങ്ങനെയാ പറ്റുക? എന്തെല്ലാം ജോലി ചെയ്ത് ഈ ലോകത്ത് സ്ത്രീകൾ ജീവിക്കുന്നു. കഷ്ടം എന്ന് തന്നെ പറയണ്ടോ ഇതിനെയൊക്കെ? സൈലൻ്റ് ആയിട്ടാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത്. താങ്കളുടെ വീഡിയോ കണ്ടാൽ ഉറപ്പായിട്ടും എല്ലാവർക്കും മനസ്സിലാകും താങ്കൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണെന്ന്. വളരെ 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 മോശമായി പോയി എന്ന് മാത്രമേ പറയാൻ പറ്റൂ. താങ്കളുടെ ഒരു സിസ്റ്റർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും റിലേറ്റീവ് ആണെങ്കിൽ, വേണ്ടപ്പെട്ട ആളുകളാണെങ്കിൽ താങ്കൾ അതിനെ മൗനസമ്മതം എന്നല്ല, വേണ്ട ആക്ഷൻ എടുക്കും അല്ലേ അതിനെതിരെ. ഇതിനെയൊന്നും പേര് പരാമർശിക്കാൻ പോലും പറ്റില്ല. അഥവാ വിമർശിക്കപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ അത്ര നെഗറ്റീവായിട്ട് മാത്രമേ ഇവരെയൊക്കെ വിമർശിക്കാൻ പറ്റൂ. ഇത് എൻജോയ് ചെയ്യുന്ന കുറേ എണ്ണങ്ങൾ ഇങ്ങനെ കാണും, അവർ എൻജോയ് ചെയ്ത് തന്നെ ഇരിക്കും. അവർ ബാക്കിയുള്ളവരെ ചീത്തയും വിളിക്കും, നിനക്ക് എന്താണ്, അങ്ങനെ ഇങ്ങനെയാണ്, ഞങ്ങളൊന്ന് ഫ്രീ ആയിട്ട് കാണുന്നതല്ലേ, കണ്ടോട്ടെ. പക്ഷെ അവന്മാരൊക്കെ പോട്ടെ, പോയി അതിനകത്ത് പോട്ടെ, പോയി ചാകട്ടെ. പക്ഷെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ഇതും കൊണ്ട് ബുദ്ധിമുട്ടുന്നത്. വീട്ടിൽ പട്ടിണിയും പരിവട്ടവുമായിട്ട് വീട്ടിൽ കൊടുക്കേണ്ട കാശ് കൊടുത്തിട്ട് 1 മണി തൊട്ട് 3 മണി വരെ ഇവളുടെ ഈ ലൈവും കണ്ടിരുന്നിട്ട് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പറ്റാതെ വരുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അതിനെപ്പറ്റി മാത്രം ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്നിട്ട് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യൂ. കണ്ട ഓരോ ഗോഷ്ടിയും ഓരോ കാട്ടായവും കണ്ടാൽ മതി, എന്നിട്ട് മുഴുവനും കാണിച്ചില്ലല്ലോ എന്നുള്ളതാണ്. എനിക്ക് ഫീൽ ചെയ്ത വാക്കുകൾ എന്താണെന്നറിയോ? മുഴുവനും കാണിക്കുന്നില്ല. നിള നമ്പ്യാരെ പോലെ ഇവർ മുഴുവനും കാണിക്കുന്നില്ലോ. പറ്റില്ല ജിനു മുഴുവനും കാണിക്കാനായിട്ട്. ചാനലടിച്ചു പോകും, 2 ചാനലിൽ പോയി എന്ന് പറയില്ലേ, ഒന്നത്. പിന്നൊന്ന് താങ്കൾ പറഞ്ഞു അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ലെന്ന്, അതിനുള്ള ദൗർഭാഗ്യം എനിക്കുണ്ടായില്ല എന്ന് പറഞ്ഞെങ്കിൽ ഓക്കെ. എന്ത് ഭാഗ്യമാണ് വേണ്ടത് അത് കാണാൻ? അതെങ്ങനെയെങ്കിലും കാണേണ്ടി വരുന്ന ആളുകൾ നല്ലവരാണെങ്കിൽ അവരുടെ ദൗർഭാഗ്യം എന്നല്ലേ പറയേണ്ടി വരുന്നത്? കഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇപ്പോൾ സിനിമാ ഫീൽഡിലെ കാര്യം പറയുന്നുണ്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി പറയുന്നുണ്ട്. ആണുങ്ങൾ പീഡിപ്പിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, ഒക്കെ സത്യമാണ്. ഒരുപാട് കോഴികളുടെ ഒരു കൂട്ടം തന്നെയാണ് സിനിമാ ഫീൽഡ്. ഈ സൊസൈറ്റിയിലും അങ്ങനെ തന്നെയാണ്. സിനിമാ ഫീൽഡിൽ നിന്നൊന്നുമല്ല, എല്ലാവരും ഒക്കെ എടുത്തും അങ്ങനെ തന്നെയാണ്. ആ പറയുന്ന ഒപ്പം തന്നെ ഇവിടെയും പറയണം, ഇതുപോലെ വൃത്തികെട്ട ഒരു കൂട്ടം സ്ത്രീകളുടെ കൂട്ടവും ഉണ്ട് സിനിമാ ഫീൽഡിൽ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ കണ്ടില്ലേ, ആണുങ്ങളാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ മേ ബി വല്ലാത്ത വിമർശനമൊക്കെ ഉണ്ടാകും, ഉറപ്പായിട്ടും ഉണ്ടാകും. ആണുങ്ങൾ നല്ലതെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു സ്ത്രീക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് എന്ന് വെച്ചിട്ട് എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആണോ? നിയമപരമായിട്ട് അത് തെറ്റല്ല എന്ന് പറയുമ്പോഴും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനില്ലേ? വിമർശിച്ചുകൂടെ? ഇങ്ങനെ ഉള്ളതിനെയൊക്കെ അല്ലേ വിമർശിക്കേണ്ടത്? ഒരുപാട് എനിക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരോട് ഒരുപാട് വിഷമം തോന്നി, ഒരുപാട് സങ്കടം തോന്നി. ഈ സമൂഹം എന്താ ഇങ്ങനെ ആയി പോകുന്നതെന്ന് ഓർത്ത് ഒരുപാട് സങ്കടം തോന്നി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.